അപ്പോൾ മുരിങ്ങയിലയും കോഴിമുട്ടയും കൊണ്ട് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുകൊണ്ടാൻ പറ്റിയ നല്ലൊരു വിഭവം ഉണ്ടാക്കിയെടുത്താലോ. സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായാൽ 1 ടീസ്പൂൺ കടുക്, ഒരു 3 വറ്റമുളക് ഇതിലിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഒരു സവാള കുനുകുനാന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം ഒരു 15 ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുത്താലും മതി. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഊരി വെച്ച മുരിങ്ങൻ്റെ ഇട്ട് കൊടുത്തോളി. എന്നിട്ട് ഇതിലെല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുരിങ്ങയില ചൂട് കെട്ടേ തന്നെ ഒന്ന് ഒതുങ്ങി വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. പിന്നെ തേങ്ങയുടെ ഒരു പകുതി ചിരണ്ടെടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തോളി. പിന്നെ പറയണ്ടല്ലോ, നന്നായിട്ടുണ്ട് ഇളക്കി എടുത്തോളി. അപ്പോൾ മുരിങ്ങയില കൂടുതൽ വേവിക്കരുത് കേട്ടോ. അങ്ങനെ വേവിച്ചാൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ 2 കോഴിമുട്ട പൊട്ടിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തോളി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നൊരു ചിക്കി എടുത്തോളി. എന്നിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ 4 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു റെസിപ്പി റെഡി ആയി കിട്ടി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളി.